ഞക്കാട് SM പാർല കോളേജിൻ്റെ ജിയോഗ്രഫി 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോഗ്രഫിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്മളെ ഒന്നാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററായ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, അതിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്, നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചത് നമ്മൾ ഓർമ്മിക്കാം. എന്തൊക്കെ പഠിച്ചത്? ഞാൻ പറഞ്ഞ എന്താണ് ഇൻസുലേഷൻ പറഞ്ഞത്. എന്താ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്നും ഷോർട്ട് വേവ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു, സൺറൈസ് നമ്മുടെ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് വരുന്നു. അതാണിത് ഇൻസുലേഷൻ. എന്നുള്ള പറയുന്നതാണ് ഈ ഇൻസുലേഷൻ വഴി നമ്മുടെ എർത്തിലെത്തുന്ന ഈ ഹീറ്റ്, അത് എനർജി ആര് ചൂടാക്കുന്നു? നമ്മുടെ എർത്തിനെ ചൂടാക്കുകയും ആ എർത്തിനാണ് അതിനെ ലോങ് വേവ് ആയിട്ട് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് പ്രോസസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഹീറ്റിംഗ് അല്ലേ, പ്രോസസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഹീറ്റിംഗ്. അതിൻ്റെ വിവിധ പ്രോസസ്സർ എന്തൊക്കെ പ്രോസസ്സർ പറഞ്ഞത്? നമ്മുടെ അന്തരീക്ഷം ചൂടാകാനുള്ള പ്രക്രിയകൾ, പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രോസസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഹീറ്റിംഗ് ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ. എന്താ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ പാർട്ടിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റായ എയർ എന്ത് ചെയ്യും? അത് ഹീറ്റായ എയർ എക്സ്പാൻഡ് ആയി അത് എങ്ങോട്ട് പോകുന്നു? എക്സ്പാൻഡായി ഡെൻസിറ്റി കുറഞ്ഞ് എങ്ങോട്ട് പോകുന്നു? ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലോട്ട് പോകും. അതാണ് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് ഡെൻസിറ്റി കുറഞ്ഞ് റൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ വിൻഡിൻ്റെ കാറ്റിൻ്റെ അഥവാ വിൻഡിൻ്റെ സഹായത്തോടെ ഹീറ്റായ എയർ എന്ത് ചെയ്യും? ഹോറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ നേരത്തെ പറഞ്ഞ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ടെറസ്ട്രിയൽ റേഡിയേഷൻ? നമ്മുടെ ഹീറ്റായ എർത്ത് എന്ത് ചെയ്യും? എനർജിയെ ലോങ് വേവ് ആയിട്ട് സ്പേസിലേക്ക് എമിറ്റ് ചെയ്യുന്നതാണ് ഇത് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഹീറ്റ് ബജറ്റ്? എന്താ ഹീറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ വഴിയും ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി ഭൂമിയിലെത്തുന്നതും ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി ഇങ്ങോട്ട് പോകുന്നതും സ്പേസിലോട്ട് പോകുന്നതുമായ എനർജി ഈക്വൽ ആയിരിക്കും. അതിന്റെ ബാലൻസ് ആണ് ഇത് ഹീറ്റ് ബജറ്റ്. ഇൻസുലേഷന്റെയും ടെറസ്ട്രിയൽ റേഡിയേഷന്റെയും ബാലൻസ് ആണ് ഇത് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നല്ല ഡയഗ്രാമുകൾ വരച്ചു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്രാവശ്യം നോക്കാം, ഈ ക്ലാസ് നോക്കാം. എന്താണ് പഠിക്കുന്നത്? എന്താണ് ടെമ്പറേച്ചർ? നമ്മൾ പനിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാം അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ഉപകരണം വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ടെമ്പറേച്ചർ നോക്കും അല്ലേ. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ താപനിലയുടെ തീവ്രത, അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയാണ് അല്ലെ. അന്തരീക്ഷത്തിലുള്ള താപത്തിന്റെ തീവ്രതയുടെ അളവാണ് ഇത്, അതിന്റെ ഡിഗ്രിയാണ് ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞേ ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾ ന്യൂസ് കേൾക്കാറില്ലേ, വാർത്ത കേൾക്കാറില്ലേ? ന്യൂസ് കേൾക്കാം. അപ്പോ പറയുന്നതാണ് തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കോഴിക്കോട്ടെ കൂടിയ താപനില മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? ഈ മാക്സിമം ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും മെട്രോളജിസ്റ്റ് എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക്? ഓക്കെ, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് അറിയാമോ? നിങ്ങൾക്കറിയാമോ? ഇല്ല. അപ്പോൾ നോക്കാം, നമുക്ക് മെട്രോളജിസ്റ്റ് മെഷേഴ്സ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ഈസ് 22 PM. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ആ ദിവസത്തെ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കാണ്.
അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. കാരണം എന്താ? കാരണം ഇൻസുലേഷൻ വഴിയും ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസുലേഷൻ വഴി എവിടെ നമ്മുടെ താപ എനർജി ഭൂമിയിലെത്തുന്നു, ഭൂമി ചൂടാകുന്നു, ഈ താപനം പുറന്തള്ളുന്നു. അതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ തുടങ്ങിയ പ്രോസസ്സ് വഴി അറ്റ്മോസ്ഫിയർ മൊത്തം ചൂടായി വരാൻ ഒരുപാട് സമയം എടുക്കൂലേ? അതാണ് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എത്ര മണിക്ക് രേഖപ്പെടുത്തുന്നത്? 2 മണിക്ക് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഉച്ചയിൽ ഡയറക്റ്റ് ആയിട്ട് സൺറൈസ് വാങ്ങിയപ്പോഴാണ്, നമ്മുടെ കറക്റ്റ് ഉച്ച വരുമ്പോഴാണ് 12 മണിക്കാണ്. ചോദിക്കാൻ വേണ്ട ക്വസ്റ്റ്യൻ. ഉച്ച കറക്റ്റ് 12 മണിക്ക് ഇതാണ് സൂര്യരശ്മി ലംബമായിട്ട് പതിക്കുന്നതിനാൽ ഒരു ദിവസത്തെ കൂടിയ താപനില രേഖപ്പെടുത്തുന്നത്, മാക്സിമം ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത് 2 മണിക്കാണ്, 2 PM കാരണം എന്ന് വെച്ചാൽ ഈ എനർജി അന്തരീക്ഷത്തെ ചൂടാക്കി വരാൻ കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ടാണ്. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എപ്പോഴും മെഷർ ചെയ്യുന്നത് 2 PM മെഷർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ, കുറഞ്ഞ താപനില മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്തപ്പോഴും അറിയോ? അതാണ് ബിഫോർ ദ സൺറൈസ്. ഏത് മുമ്പാണ്? സൂര്യോദയത്തിന് തൊട്ട് മുമ്പാണ്. ഒരു 5 മണി 6 മണിക്കാവും. 5 മണിക്കും 6 മണിക്കിടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മിനിമം ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നപ്പോഴാണ് ജസ്റ്റ് ബിഫോർ ദ സൺറൈസ്. കാരണം എന്താ? കാരണം വേറെ ഒന്നുമല്ല, അന്ന് ചൂടായ നമ്മുടെ അറ്റ്മോസ്ഫിയർ തണുത്തു വരാൻ അത്രയും സമയമെടുക്കുന്നത് കൊണ്ടാണ്. ചൂടായ അന്തരീക്ഷം തണുത്തു വരാൻ അത്രയും സമയമെടുക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൊണ്ടാണ് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ 2 PM മിനിമം ടെമ്പറേച്ചർ ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പറയാൻ നമുക്ക് എന്താണിത്? അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം ചൂടായി വരാൻ കൂടുതൽ സമയമെടുക്കുന്നതുകൊണ്ട് മാക്സിമം ടെമ്പറേച്ചർ 2 PM അന്തരീക്ഷം തണുത്തു വരാൻ കൂടുതൽ സമയമെടുക്കുന്നതുകൊണ്ട് മിനിമം ടെമ്പറേച്ചർ ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് മെഷർ ചെയ്യുന്നു. മനസ്സിലായോ? അടുത്ത് നോക്കാം. അടുത്ത നല്ല പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മലയാളത്തിൽ പറഞ്ഞാൽ ദൈനിക താപാന്തരം. അപ്പൊ എന്താണ് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല്? ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ന്യൂസ് കേൾക്കുന്ന ആൾക്കാരാണ് അല്ലേ? ന്യൂസ് കേൾക്കാറില്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ന്യൂസ് കേൾക്കുമ്പോൾ ഡെയിലി ടെമ്പറേച്ചർ പറയും. തിരുവനന്തപുരത്തെ മാക്സിമം ടെമ്പറേച്ചർ 37, മിനിമം ടെമ്പറേച്ചർ 23 കരുതുക. ഓക്കെ. എങ്കിൽ അവിടുത്തെ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും അറിയോ? എത്രയായിരിക്കും? ഇപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ 37 മിനിമം ടെമ്പറേച്ചർ 23 കരുതുക. എത്രയെന്ന് അറിയോ? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ ആയിട്ട് നിങ്ങൾക്ക് 14 ഡിഗ്രി കിട്ടൂല്ലേ? അപ്പോൾ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറിന്റെയും മിനിമം ടെമ്പറേച്ചറിന്റെയും ഡിഫറൻസ് ആണ് പറയുന്നത്. ഡിഫറൻസ് ആണ് the difference between the maximum temperature of the day and minimum temperature of the day is called diurnal range of temperature. Okay. maximum temperature ന്റെയും മിനിമം ടെമ്പറേച്ചറിന്റെയും ഡിഫറൻസ് ആണ് diurnal range of temperature. The difference between maximum temperature of the day and minimum temperature of the day is called diurnal range of temperature. എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ? അതിന്റെ മലയാളം എന്താണ്? ദൈനിക ശരാശരി താപനില. എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ? ഇത്രയേ ഉള്ളൂ. The average temperature of the day. അതായത് മാക്സിമം ടെമ്പറേച്ചറിന്റെയും മിനിമം ടെമ്പറേച്ചറിന്റെയും ആവറേജ് ആണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇക്വേഷൻ പറയാൻ നമുക്ക് the maximum temperature plus minimum temperature divided by 2. ഓക്കേ. അപ്പോൾ സപ്പോസ് നോക്കാം, നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ ആണ് 37 കരുതുക, മിനിമം എത്രയാണ് 23 കരുതുക അല്ലേ? 37 plus 23 divided by 2 നമുക്ക് is equal to 60 divided by 2 is equal to 30 ഡിഗ്രി അല്ലേ? 30 സമയം പറയുന്നത് 30 ഡിഗ്രി ആണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ.
മനസ്സിലായവർക്ക് എന്താ ഡെയിലി ടെമ്പറേച്ചർ, ഡെയിലി മീൻ ടെമ്പറേച്ചർ പറഞ്ഞാല് എന്താ ഡെയിലി മീൻ ടെമ്പറേച്ചർ? The average of the temperature, average temperature of the day. The average temperature of the day. Equation maximum temperature plus minimum temperature divided by 2. Ini diurnal range of temperature equation maximum temperature of the day minus minimum temperature of the day. അപ്പോൾ അത് മനസ്സിലായവർക്ക് പരീക്ഷയ്ക്ക് 4 മാർക്കിനോ 3 മാർക്കിനോ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത്. അതാണ് ഡയurnal range of temperature ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് ഡയurnal range of temperature പറഞ്ഞാൽ? The difference between the maximum temperature of the day and the minimum temperature of the day. Equation the maximum temperature of the day is minus minimum temperature of the day. എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല്? അത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഡേ അല്ലേ? ഇക്വേഷൻ പറയാം, ദ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2. ഇനി നോക്കാം നമുക്ക് എന്താണ് ഐസോതെർം, സമതാപരേഖകൾ അഥവാ ഐസോതെർം. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ എല്ലായിടത്തും ഒരുപോലെ താപനിലയാണുള്ളത് അല്ലേ? നമ്മുടെ തിരുവനന്തപുരത്തെ താപനില ആയിരിക്കില്ല കൊല്ലത്തുള്ളത്, കൊല്ലത്തെ താപനില ആയിരിക്കില്ല വയനാട്ടിലുള്ളത്, വയനാട്ടിലെ താപനില ആയിരിക്കില്ല അവിടെയുള്ള ഇടുക്കിയിലുള്ളത് അല്ലേ? വേറെയുള്ള വേഗം കൊണ്ട നമ്മ ഇവിടുത്തെ താപനില കണക്കാണോ പൊന്മുടിയിലെ താപനില? അല്ലാണ്ട് വ്യത്യാസമല്ലേ? അപ്പോ എല്ലായിടത്തും ഒരേ താപനില ആയിരിക്കില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഒരേ താപനില വരാറുണ്ട് അല്ലേ? ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ തിരുവനന്തപുരത്തില് കഴക്കൂട്ടത്ത് താപനില 36 ഡിഗ്രി വരുക. ആറ്റിങ്ങയും താപനില 36 ഡിഗ്രി വരുക. അതുപോലെ വർക്കലയും താപനില 36 ഡിഗ്രി വരുക അല്ലേ? അപ്പോ സപ്പോസ് എവിടെയാണ്? കഴക്കൂട്ടം, ആറ്റിങ്ങൽ, വർക്കല, ഇവിടെ എല്ലാം ഒരേ താപനിലയിലെ. ഇങ്ങനെ ഒരേ താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ്, സാങ്കല്പിക രേഖയാണ് ഇത് ഐസോതെർം. ഏതാണ്? ഐസോതെർം. അപ്പൊ എന്താ ഐസോതെർം എന്ന് പറഞ്ഞാല്? ഒരേ അന്തരീക്ഷ താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഒറിജിനൽ രേഖയല്ല. ഒറിജിനൽ രേഖ വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ നമ്മൾ രാവിലെ ഒന്നാണ് ഒറിജിനൽ രേഖ വരയ്ക്കാൻ പറ്റും. രാവിലെ ഒരു സ്കെയിലും പെൻസിലും എടുത്ത് നമുക്ക് ആറ്റിങ്ങൽ ഒരു താപനിലയാണ്, അതേ താപനിലയാണ് വർക്കല എന്ന് വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മാപ്പ് എടുത്ത് വരയ്ക്കാൻ പറ്റും അല്ലേ? അതാണ് പറയുന്നത് ഇമാജിനറി ലൈൻ എന്ന് പറയുന്നത്. കറക്റ്റ് ലൈനല്ല അല്ലേ? എന്നാണ് ശരിയാതാണ്, ഡയറക്റ്റ് ലൈൻ അല്ല അല്ലേ? ഇമാജിനറി, സാങ്കല്പികമാണ്. അപ്പോൾ പറയട്ടെ, ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. പറഞ്ഞേ, ഐസോതെർം എന്ന് പറയട്ടെ, ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് equal atmospheric temperature is called isoterm. പറഞ്ഞേ, the imaginary lines connecting places having equal atmospheric temperature is called isotherm. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, the factors influencing the distribution of temperature. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എന്താണ് എല്ലായിടത്തും ഒരേ താപനില ആയിരിക്കില്ല, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കുമോ? അതല്ലേ ഇവിടെ നമ്മളെന്താണ് വർക്കല നമ്മളെ കല്ലമ്പലത്തിലെ ആറ്റിങ്ങിലോ വർക്കലയുള്ള താപനില ആയിരിക്കില്ല, പൊന്മുടിയിലുള്ളൂ. അപ്പൊ അവിടെ താപനില കുറവായിരിക്കില്ലേ? അപ്പൊ ഈ താപനിലയിൽ, ഈ ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാകാൻ ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കേട്ടോ? ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അടുത്തത് പഠിക്കുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഏതൊക്കെയാണെന്ന് അറിയോ? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷൻ, വിൻഡ്സ്. ഏതാണ്? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷൻ, വിൻഡ്സ്. ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശസ്ഥാനം, ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം, നിയർനെസ് ഓഫ് ഓഷൻ അഥവാ സമുദ്ര സാമീപ്യം, അതുപോലെ വിൻഡ്സ് അഥവാ കാറ്റുകൾ. ഓക്കെ, എന്നാൽ ലാറ്റിറ്റ്യൂഡ് നമുക്കറിയാം, നമ്മുടെ ഇക്വേറ്റർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താപനില പഠിക്കുന്നത് അല്ലേ? അവിടെ ചൂട് കൂടുതലായിരിക്കും, എന്നാൽ പോളാർ റീജിയനിലോ താപനില കുറവായിരിക്കും അല്ലേ? അതൊരു കാര്യം. അടുത്ത ആൾട്ടിറ്റ്യൂഡോ,
നമ്മൾ 8ാം ക്ലാസ് പഠിച്ചാണ് ഏത് കൂടുന്തോറും ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു. ട്രോപ്പോസ്ഫിയറിൽ ഏത് പോകുന്തോറും ഉയരം കൂടുന്തോറും എന്ത് കുറഞ്ഞു വരും? ടെമ്പറേച്ചർ കുറഞ്ഞു. അടുത്ത നിയർനെസ് ഓഫ് ദ ഓഷൻ അറിയാം നമുക്ക്. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും? മിതമായ താപനിലയായിരിക്കും. എന്താണ് സമുദ്രഭാഗം എന്നുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ താപനില ചൂട് കൂടുമ്പോൾ അല്ലെങ്കിൽ ഉഷ്ണകാലമാകുമ്പോൾ അല്ലെങ്കിൽ സമ്മർ ആകുമ്പോൾ ചൂട് കൂടുകയും വിന്റർ ആകുമ്പോൾ തണുപ്പ് കൂടുകയും ചെയ്യും അല്ലേ? അതാണ് നമ്മുടെ കേരളവും ഡൽഹിയും കേരളത്തിലെ വലിയ സമ്മർ ആയാലും വിന്റർ ആയാലും വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്, ടെമ്പറേച്ചറിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്നാൽ ഡൽഹിയിൽ എന്താണ് സമ്മർ ആകുമ്പോഴാണ് ചൂട് കൂടുകയും വിന്റർ ആകുമ്പോഴാണ് തണുപ്പ് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇത് നിയർനെസ് ഓഫ് ഓഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത വിൻസ് വേറെ ഒന്നല്ല, ഒരു കാറ്റ്. ഇപ്പോൾ കോൾഡ് വിൻഡാണ്, കോൾഡ് വിൻഡ് ഹോട്ട് വിൻഡ് ഉണ്ട് അല്ലേ? ഈ കോൾഡ് വിൻഡാണ് ബ്ലോ ചെയ്യുന്നത്. കോൾഡ് വിൻഡാണെങ്കിൽ അവിടെ ചൂട്, കോൾഡ് ആണെങ്കിൽ തണുപ്പ് കൂടും, ഹോട്ട് വിൻഡാണെങ്കിലോ ചൂട് കൂടും അല്ലേ? അപ്പോൾ കോൾഡ് വിൻഡാണെങ്കിൽ തണുപ്പ് കൂടുകയും ഹോട്ട് വിൻഡാണ് എന്ത് ചെയ്യും? ചൂട് കൂടുകയും ചെയ്യും അല്ലേ? നമുക്കറിയാവുന്നതാണ്. നമ്മൾ ചൂട് കാലാകുമ്പോൾ നമ്മൾ വേനൽക്ക് സമ്മറൊക്കെ കഴിഞ്ഞ സമ്മർ ആകുമ്പോഴത്തേക്കും ഇത് ഫാനുമ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കര ചൂടായിരിക്കും. ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റും ചൂടും ഭയങ്കര ചൂടായിരിക്കും. ഫാനിൽ നിന്ന് കാറ്റും ചൂടുള്ള കാറ്റായിരിക്കും. ഫാനിൽ നിന്ന് വരുന്ന കാറ്റായിരിക്കും ചൂടുള്ള കാറ്റായിരിക്കും അല്ലേ? അതുപോലെ തണുപ്പ്, മഴക്കാലമാണ്, തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന പല ദിവസങ്ങളിലും എന്താണ് നമ്മൾ ഫാനിൻ്റെ കിടക്കാറില്ല. കാരണം എന്താണ്? ഫാൻ ഇടുമ്പോൾ വീണ്ടും തണുപ്പ് കൂടും അല്ലേ? അതുകൊണ്ട് അപ്പോൾ അതുപോലെ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. കാരണം ഒരു essay ആണ്, കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാണ്ട്. അപ്പോൾ തൽക്കാലം ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, ഏതൊക്കെയാണ് ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷൻ, വിൻഡ്സ്. നമുക്കത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ടെമ്പറേച്ചർ. എന്താ ടെമ്പറേച്ചർ? Temperature is the degree of hotness of the atmosphere. Then meteorologist measures the maximum temperature is 2 p.m. and the minimum temperature just before the sunrise. കാരണം എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ ആണ് 2 മണി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം അന്തരീക്ഷം ചൂടായി വരാൻ അത്രയും സമയം എടുക്കുന്നതാണ്. എന്താണ് മിനിമം ടെമ്പറേച്ചർ ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് എടുക്കാനുള്ള കാരണം? അന്തരീക്ഷം തണുത്ത് വരാൻ അത്രയും സമയം എടുക്കുന്നതാണ്. ഓക്കെ, എന്താണ് ഡയനോളജി ഓഫ് ടെമ്പറേച്ചർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. ഇക്വേഷൻ പറ, മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ മൈനസ് മിനിമം ടെമ്പറേച്ചർ. ഇനി എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? the average temperature of the day. Average temperature of the day is called the daily mean temperature. Equation പറ, maximum temperature plus minimum temperature divided by 2. എന്താണ് isotherm? The imaginary lines connecting places having equal atmospheric temperature is called isotherm. Okay, the imaginary lines connecting places having equal atmospheric temperature is called isotherm. The factors influencing the distribution of temperature, latitude, altitude, nearness of ocean, winds. നമ്മൾ ശ്രദ്ധിക്കുക, ഇത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയും. കാരണം ഇത് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. 6 മാർക്കിന് മറ്റും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കണം. ഇത് ഒന്നുകൂടെ അടുത്ത ക്ലാസ് പറയും. ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത ക്ലാസ് പറയും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുക. ഇതിൻ്റെ നോട്ട് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും നോട്ട് സ്വന്തമായിട്ട് തയ്യാറാക്കുമ്പോൾ അത്രയ്ക്ക് നോട്ട് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അതല്ല നിങ്ങൾ പറഞ്ഞാൽ മതി, നോട്ട് തയ്യാറാക്കി തരാം. നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ ആദ്യം ഒരു നോട്ട് എടുക്കുക. ആ ഒരു നോട്ട് എന്ത് ചെയ്യുക, ഒരാൾ മാത്രം നോട്ടിട്ടാൽ മതി. ആ നോട്ട് ഞാൻ വെരിഫൈ ചെയ്ത് തന്നായിരിക്കും. ആ നോട്ടിന് മതി വാക്ക് എഴുതിയെടുത്താൽ മതി. ഓക്കെ, സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കുന്നതാണ് നല്ലത്. ഈ നോട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം കേട്ടോ. നോട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. ഈ നോട്ട് അവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ നോട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നോട്ട് നോക്കിയിട്ട് നാളത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നോട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി വച്ചേക്കുക. ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു നോട്ട് ഇട്ടാൽ മതി. അത് ഞാൻ വെരിഫൈ ചെയ്യും.
വെരിഫൈ ചെയ്തിട്ട് നമ്മൾ അതിൽ നിങ്ങൾ നോട്ട് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായത് വരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ താങ്ക് യു.